ദിലീപിനെ അബാദ് പ്ലാസയിൽ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ പുറത്തിറക്കേണ്ടതായിരുന്നു പോലീസ് തീരുമാനിച്ചത്. അതേസമയം ഇപ്പോൾ ദിലീപിനെ അബാദ് പ്ലാസയിൽ തെളിവെടുപ്പിനായി ഹോട്ടലിനുള്ളിൽ കയറ്റിയിരിക്കുകയാണ്. 410 റൂമിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ ഇവിടെ ആളുകൾ കൂടിയത് കൊണ്ടും സുരക്ഷാ കാരണങ്ങൾ കൊണ്ടും ദിലീപിനെ അകത്തേക്ക് കയറ്റേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ കണ്ടതും അതാണ്. ദിലീപിനെ അബാദ് പ്ലാസയിൽ എം ജി റോഡിലെ അബാദ് പ്ലാസയിലുള്ള ഹോട്ടലിൽ എത്തിച്ചു. 410 നമ്പർ റൂമിലേക്ക് ദിലീപിനെ കൊണ്ടുപോയി. കാരണം ഈ കേസിന്റെ ഒരു ഗൗരവം അത്തരത്തിലുള്ളതാണ്. 2013 ഈ കേസിന്റെ തുടക്കം എന്ന നിലയിൽ ഗൂഢാലോചന നടന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അബാദ് പ്ലാസയിലുള്ള 410 നമ്പർ മുറിയിൽ വെച്ച് വത്സൽ സുനിയുമായി ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നിർണായകമായി എന്ന് കരുതുന്ന ഈ ഹോട്ടൽ മുറിയിലെത്തിച്ച് 410 റൂമിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണം എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം പോയത്. ഏറെ തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു. ഹോട്ടലിന് ചുറ്റും ആളുകളുണ്ടായിരുന്നു. അകത്തേക്ക് വരെ ആളുകൾ കയറിയ ഒരു സ്ഥിതിയുണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചാണ് ഹോട്ടൽ മുറിക്കകത്തേക്ക് ദിലീപിനെ കൊണ്ടുപോയത്. എന്തായാലും മറ്റു 2 സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അബാദ് ഹോട്ടലിന് ഉള്ളിലേക്ക് ദിലീപിനെ കയറ്റി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. റിയ, ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണോ? ഇത് സംബന്ധിച്ച് എന്ത് വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്നത്? നടൻ ദിലീപിനെ തെളിവെടുപ്പിനായി അബാദ് പ്ലാസയിൽ എത്തിച്ചു. നേരത്തെ തൊടുപുഴയിൽ നടന്നതുപോലെയുള്ള ജനക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് അബാദ് പ്ലാസയ്ക്ക് ഉള്ളിലേക്ക് ദിലീപിനെ കൊണ്ടുപോയിരിക്കുന്നു. റിയ ബേബി ചേരുന്നു വിശദാംശങ്ങളുമായി. റിയ, ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണോ? ദിലീപ് ഇപ്പോൾ അബാദ് പ്ലാസയിലുണ്ടോ? അതെ, അമൽ, തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. 5 മിനിറ്റ് നേരം അബാദ് പ്ലാസയ്ക്ക് മുന്നിൽ പോലീസ് വാഹനത്തിൽ ദിലീപിനെ നിർത്തിയിരുന്നു. അതിനുശേഷം ദിലീപിനെ ഹോട്ടലിനുള്ളിലേക്ക് കയറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏർപ്പെടുത്തി. 410 മുറിയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ദിലീപിനെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടെ ദിലീപും 410 മുറിയിലേക്ക് പോയിരിക്കുകയാണ്. ഉള്ളിൽ കയറ്റി, റൂമിനുള്ളിൽ കയറ്റി അതിന്റെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നതും. അതിന്റെ ഭാഗമായി അബാദ് പ്ലാസയിലെ ഹോട്ടലിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾ ഇതിനുള്ളിൽ ദിലീപിനെ തെളിവെടുപ്പ് നടപടികൾക്കായി നിർത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും പോലീസ് ക്ലബിലേക്ക് തിരികെ കൊണ്ടുപോകുക. പിന്നീടാണ് തൃശ്ശൂരിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോകുക. എന്തായാലും ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 2013 ഈ കേസിന്റെ തുടക്കം എന്നോളം നടന്ന ഗൂഢാലോചന എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹോട്ടലിനുള്ളിൽ കയറ്റി ഈ മുറിക്കുള്ളിൽ എത്തിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണുള്ളത്. ഇന്ന് എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി അതിനുശേഷം തൃശ്ശൂർ നാളെ കൊണ്ടുപോകാനാണ്, തെളിവെടുപ്പിനായി കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് അബാദ് പ്ലാസയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റു 2 സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അബാദ് പ്ലാസയിൽ ദിലീപിനെ പുറത്തിറക്കി, വാഹനത്തിനുള്ളിൽ നിന്ന് പുറത്തിറക്കി മുറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന രീതിയിലേക്ക് അന്വേഷണം പോയിരിക്കുന്നു. കാരണം ആദ്യം തൊടുപുഴയിലും ഒപ്പം തന്നെ തോപ്പടിയിലും ജനങ്ങളുടെ ഒരു തള്ളിക്കയറ്റമുണ്ടായിരുന്നു. ദിലീപിനെ പുറത്തിറക്കാനോ തെളിവെടുപ്പ് നടപടികൾ സുഗമമായി പോകാനോ പോലീസിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി തിരികെ പോകാമെന്നൊരു നിലപാട്. തടിച്ചുകൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ തക്കവണ്ണം പോലീസിന്റെ സാന്നിധ്യമുണ്ടോ? ദിലീപിനെ തിരിച്ചിറക്കുമ്പോൾ കൂടുതൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എത്രത്തോളം സംഘർഷാത്മകമാണ് സ്ഥലത്തെ സ്ഥിതി? അമൽ, ഈ 2 സ്ഥലത്ത്, അതായത് തോപ്പുംപടിയും തൃശ്ശൂരും ഉണ്ടായ അനുഭവം കണക്കിലെടുത്ത് ഏകദേശം 1.5 മണിക്കൂർ മുമ്പ് തന്നെ അബാദ് പ്ലാസയ്ക്ക് ചുറ്റും പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ദിലീപിനെ അബാദ് പ്ലാസയിലേക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഇവിടെ തന്നെ ഗേറ്റിന് ചുറ്റും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു. ജനങ്ങൾ ഗേറ്റ് തുറന്ന് തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോൾ സാഹചര്യമുണ്ടായിരുന്നു. കാരണം ദിലീപിലേക്കുള്ള പോലീസ് വാഹനം ഉള്ളിലേക്ക് എത്തിയപ്പോൾ തന്നെ ആളുകൾ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തി. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ അത് തടഞ്ഞു. അതിനുശേഷം അബാദ് പ്ലാസയിലെ ഉള്ളിലേക്ക് വാഹനം കയറ്റിയിടുകയും പോലീസ് ഉദ്യോഗസ്ഥർ സജ്ജമായതിനു ശേഷം മാത്രം മുൻവശത്തെ ഗേറ്റിലൂടെ ദിലീപിനെ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇതിലെ 410 നമ്പർ മുറിയിൽ ദിലീപിനെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. കാരണം മറ്റു സ്ഥലങ്ങളിൽ അപേക്ഷിച്ച് ഇവിടെ ദിലീപും വത്സൽ സുനിയും നേരിൽ കണ്ടതിന്റെയും സംസാരിച്ചതിന്റെയും
ഗൂഢാലോചന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് തെളിവായി ലഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവിടെ നേരിട്ടെത്തി ഈ തെളിവെടുപ്പ് നടപടികൾ ഏറ്റവും സുഗമമായി പൂർത്തിയാക്കാനുള്ള ഒരു രീതിയിലേക്ക് അന്വേഷണ സംഘം കൊണ്ടുപോയിരിക്കുന്നത്. ഇതോടുകൂടി അബാദ് പ്ലാസയിലെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുന്നതോടുകൂടി ദിലീപിനെ ഇന്നത്തെ തെളിവെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്? പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ തന്നെ ദിലീപ് അവിടെ താമസിച്ചിരുന്നതും ഈ ഗൂഢാലോചന നടന്നുമായ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചില തെളിവുകൾ പോലീസിന് കിട്ടിയിരുന്നു. അതിനപ്പുറം പൾസർ സുനി അവിടെ എത്തിയതിൻ്റെ രേഖകൾ, അല്ലെങ്കിൽ ഹോട്ടൽ രേഖകൾ, മുറിയെടുത്തതിൻ്റെ രേഖകൾ, മറ്റു ക്യാമറ ദൃശ്യങ്ങൾ അടക്കമുള്ളവയുടെ വിശദാംശങ്ങൾ ഇന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ടോ അബാദ് പ്ലാസയിൽ? അമൽ, കാരണം 2013 ഇവിടെ ദിലീപ് ഗൂഢാലോചന നടത്തി എന്നതിനുള്ള മതിയായ തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒന്നും അത് തന്നെയായിരുന്നു. അതുപോലെ പോലീസ് ചെയ്തിരുന്ന 2013, കാരണം 2017 നടി ആക്രമിക്കപ്പെടുമ്പോൾ അതിന് മുമ്പ് തന്നെ 2013 ഈ കേസിന് ആസ്പദമായ ഗൂഢാലോചനയും നടിക്ക് നേരെ വിദ്വേഷമുണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ടായി എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയതും. അന്ന് അമ്മയുടെ ഒരു റിസർച്ച് തുടങ്ങിയതിനെതിരെ നടിയുമായി ഉണ്ടായ ചില വിദ്വേഷങ്ങൾ, ഒപ്പം കുടുംബപരമായ ചില പ്രശ്നങ്ങൾ, അത് ഈ നടിക്ക് നേരെയുള്ള വിദ്വേഷത്തിലേക്ക് നയിച്ചു എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയതും. ആ ഒരു തെളിവ് അപ്പോൾ തന്നെ പൾസർ സുനി ഈ ഹോട്ടലിലെത്തി ഈ മുറിയിൽ നിന്ന് സിനിമ ബന്ധപ്പെട്ട് സിനിമയുടെ പ്രോഗ്രാമുമായി, അമ്മ സംഘയുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്ന രീതിയിൽ പൾസർ സുനി ദിലീപ് ഇവിടെ മുറിയെടുക്കുകയും പൾസർ സുനിയുമായി കണ്ടു എന്ന തരത്തിലുള്ള ഒരു വിവരമാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആവശ്യമായ തെളിവുകൾ, ഒപ്പം ദിലീപിനെ നേരിട്ട് ഈ സ്ഥലത്തെത്തിച്ച് അതിന് മതിയായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ തെളിവെടുപ്പിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നേരിട്ട് ദിലീപിനെ എത്തിച്ചത്. കാരണം ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച്, കാരണം തൊട്ട് അടുത്ത് റോഡാണുള്ളത്, ആളുകൾ തള്ളി കയറാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ നേരിട്ട് തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ തീരുമാനിച്ചത്. ഇപ്പോൾ ദിലീപ് ഹോട്ടലിനുള്ളിലെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി അത് തിരികെ പുറത്തിറങ്ങുകയാണ്. ഏകദേശം റിയ, ശബ്ദത്തിൽ ചില തടസ്സങ്ങൾ. അതായത് ഇപ്പോൾ റിയ പറഞ്ഞത് അബാദ് പ്ലാസയിലെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയായി ദിലീപ് പുറത്തേക്ക് വരുന്നു എന്നാണോ? ഒന്നുകൂടി ആവർത്തിക്കാം. അബാദ് പ്ലാസയിലെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി ദിലീപിനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ വാതിലിന് ചുറ്റും പരിശോധിച്ചിട്ടുണ്ട്. ദിലീപ് നടപടികൾ പൂർത്തിയായി എന്നാണ് കഴിയുന്നത്. ദിലീപിനെ റൂമിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അബാദ് പ്ലാസയിലെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി 410 നമ്പർ മുറിയിൽ നിന്നും ദിലീപിനെ പുറത്തിറക്കിയിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കകം തിരികെ ഹോട്ടലിന് പുറത്തിറക്കി ആലുവ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോകും. എന്തായാലും തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുക. നടപടികൾ പൂർത്തിയാക്കി ദിലീപിന് നടൻ ദിലീപിനെ തെളിവെടുപ്പിനായി അബാദ് പ്ലാസയിൽ എത്തിച്ചിരുന്നു. അല്പം നേരത്തെ ഇപ്പോൾ നടപടികൾ പൂർത്തിയാക്കി ദിലീപിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് റിയ ബേബി റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ സ്ഥലത്ത് ജനം തടിച്ചുകൂടിയിട്ടുണ്ട്. റിപ്പോർട്ടിങ്ങിൽ ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എന്ന് തന്നെ കരുതണം. ഏതായാലും ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുവന്ന ദിലീപിനെ നടപടികൾ പൂർത്തിയാക്കി തിരിച്ച് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്കാണ്. അദ്ദേഹത്തെ അബാദ് പ്ലാസയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. വീണ്ടും റിയയിലേക്ക്. റിയ, ദിലീപിനെ ഹോട്ടലിന് പുറത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ദിലീപിനെ ഹോട്ടലിന് പുറത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പോലീസ് വാഹനത്തിനുള്ളിൽ കയറ്റി ഇപ്പോൾ ഗേറ്റിന് പുറത്തേക്ക് എടുക്കുന്ന കാഴ്ച കാണുന്നത്. ഗേറ്റിന് പുറത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും പോലീസ് വാഹനം പൂർണ്ണമായി മടച്ച പോലീസ് വാഹനത്തിനുള്ളിലാണ് ദിലീപുള്ളത്. ആളുകൾ ചൂറ്റി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി ഹോട്ടലിൽ നിന്നും ദിലീപിനെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. മുമ്പിലും പുറകിലും പോലീസ് സുരക്ഷാ വാഹനങ്ങളുണ്ട്. ആളുകൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നറിയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ശക്തമായ പോലീസ് സുരക്ഷയോടുകൂടി തന്നെയാണ് ദിലീപിനെ തെളിവെടുപ്പിനായി സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അബാദ് പ്ലാസയിൽ 5 മിനിറ്റ് നേരം നീണ്ടുനിന്ന തെളിവെടുപ്പ് നടപടികൾ, 10 മിനിറ്റോളം നീണ്ടുനിന്ന തെളിവെടുപ്പ് നടപടികൾക്ക് ശേഷമാണ് ദിലീപിനെ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി ആലുവ പോലീസ് ക്ലബിലേക്കാകും ദിലീപിനെ കൊണ്ടുപോകുക. അതിനുശേഷമായിരിക്കും മറ്റു തെളിവെടുപ്പ് നടപടികളിലേക്ക് തൃശ്ശൂർ ഉൾപ്പെടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ട കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക. അപ്പോൾ ഇന്ന് മറ്റു കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ആലുവ പോലീസ് ക്ലബിലുണ്ടാകും. എന്തായാലും ഇന്ന് എറണാകുളത്ത് 3 സ്ഥലത്ത്, തൊടുപുഴയിലും തോപ്പുംപടിയിലും
എം.ജി. റോഡിലെ അബാദ് പ്ലാസയിലും എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി. 2013 മുതൽ നടന്ന ഗൂഢാലോചന, ഒപ്പം തന്നെ അതിനുശേഷം 6-7 മാസം മുമ്പുണ്ടായിരുന്ന ജോർജേഡൻ പൂരം സിനിമയുടെ ലൊക്കേഷനിൽ എത്തിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ റിയ 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനുമായി ഈ 2 ദിവസം കൊണ്ട് എല്ലാ തെളിവെടുപ്പും പൂർത്തിയാക്കാൻ കഴിയുമോ, അതോ കസ്റ്റഡി നീട്ടാനുള്ള അപേക്ഷ പോലീസ് നൽകുമോ? അമൽ 3 ദിവസത്തെയായിരുന്നു കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയത്. 2 ദിവസം അതിൽ ലഭിക്കുകയും ചെയ്തു. എറണാകുളം, തൃശൂർ എന്നീ സ്ഥലങ്ങളിൽ മാത്രം, അതായത് തൃശൂരിൽ പൾസറിയുമായി ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന ഹോട്ടൽ, റിസോർട്ട്, ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് താമസിച്ച സ്ഥലം, ഇത്തരം കാര്യങ്ങളിലാണ് ദിലീപിനെ നേരിട്ടെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സ്ഥലങ്ങൾ, ഈ എറണാകുളം, ഒപ്പം തന്നെ അബാദ് പ്ലാസ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ നേരിട്ടെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യം ഉള്ളൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. മറ്റു തെളിവുകൾ നേരത്തെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഗൂഢാലോചനയിൽ ദിലീപ് നേരിട്ട് പൾസസുനിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നതും ലക്ഷ്യമിടുന്നതും. അതുകൊണ്ടാണ് അത് ഈ 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവച്ചത്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടി വന്നാൽ തെളിവ് ശേഖരണത്തിന് ശേഷവും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടി വരികയും ദിലീപിനൊപ്പം ഇരുത്തി അത് അത്തരം എന്തെങ്കിലും നടപടികൾ വേണ്ടി വന്നാൽ മാത്രമായിരിക്കും കസ്റ്റഡി അപേക്ഷ നീട്ടിക്കൊണ്ടുള്ളൊരു കസ്റ്റഡി നീട്ടണം എന്നുള്ളൊരു അപേക്ഷ പോലീസ് നൽകുക. എന്തായാലും നിലവിൽ ഈ 2 ദിവസത്തിനുള്ളിൽ ദിലീപ് നേരിട്ട് ഗൂഢാലോചനയിൽ പങ്കായ സ്ഥലങ്ങളിൽ എത്തിച്ച് പൾസസുനിയുമായി സംസാരിക്കുകയും നേരിൽ കണ്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. അതുകൊണ്ടാണ് 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി മതി എന്ന രീതിയിൽ നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം ഈ എത്തിച്ച് തെളിവെടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം നേരിടുകയോ അതിൽ എന്തെങ്കിലും സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ ഒരു പക്ഷേ കസ്റ്റഡി കാലാവധി നീട്ടി ഉള്ള അപേക്ഷ നൽകിയേക്കും. കാരണം ഈ സ്ഥലങ്ങളിൽ എത്തിക്കുമ്പോൾ, തെളിവെടുപ്പിനായി എത്തിക്കുമ്പോൾ ഉൾപ്പെടെ നേരിടുന്ന പ്രധാന ഒരു പ്രശ്നം, തെളിവെടുപ്പിനായി ദിലീപിനെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ നേരിട്ട് അറിഞ്ഞ് ഇപ്പോൾ ദിലീപിനെ പുറത്തെത്തിയതിനു ശേഷം പോലീസ് വാഹനം അബാദ് പ്ലാസയുടെ അടുത്തു നിന്നും പുറപ്പെട്ട് കഴിഞ്ഞോ? ഒപ്പം തന്നെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ തടിച്ചുകൂടിയവരിൽ നിന്ന് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായോ? അമൽ, അബാദ് പ്ലാസയിലെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി വാഹനം പുറത്തേക്ക് പോയി. ആലുവ പോലീസ് ക്ലബിലേക്കാണ് പോയിരിക്കുന്നത്. ദിലീപ് ആലുവ പോലീസ് ക്ലബിലായിരിക്കും ഇതിൽ ഉണ്ടാവുക. അബാദ് തെളിവെടുപ്പ് നടപടികൾ ഇന്നത്തെ പൂർത്തിയാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെ ദിലീപിനെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ തടിച്ചുകൂടിയ ജനങ്ങളായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി. അബാദ് പ്ലാസയിലും ഏകദേശം 1 മണിക്കൂർ മുമ്പ് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് പോലും തള്ളി തുറന്ന് ആളുകൾ കടക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് വാഹനം ഉപയോഗിച്ച് പ്രധാന എൻട്രൻസ് ബ്ലോക്ക് ചെയ്തതിനു ശേഷമാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റുക പോലും ചെയ്തത്. അത്തരത്തിൽ അധികമായി പോലീസുകാർ കണക്കാക്കുന്നതിലും അധികമായി ജനങ്ങൾ അടിച്ചുകൂടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തെളിവെടുപ്പിനായി ഇനിയുള്ള ദിവസങ്ങളിലും ദിലീപിനെ എത്തിക്കുമ്പോൾ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ആളുകൾ ദിലീപിനെ കാണാനും കൂക്കി വിളിക്കാനും ആലുവ പോലീസ് ക്ലബിലും കോടതിയിലും നേരിട്ട അതേ അനുഭവങ്ങൾ തന്നെയാണ് തെളിവെടുപ്പിനായി എത്തിക്കുമ്പോഴും കാണുന്നത്. ആളുകൾ ഉച്ചത്തിൽ കൂക്കി വിളിക്കുകയും ദിലീപിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഒപ്പം തന്നെ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ പാടുപെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബാദ് പ്ലാസയിൽ എത്തിച്ചപ്പോഴും അത്തരമൊരു സ്ഥിതിവിശേഷമായിരുന്നു. റോഡ് സൈഡിലായിരുന്നു ഹോട്ടലുള്ളതിനാൽ തന്നെ റോഡിൽ നിന്ന് ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. വാഹനങ്ങൾ റോഡിൽ നിർത്തിയിട്ട് ആളുകൾ വരുന്നു. ഒപ്പം തന്നെ കെട്ടിടത്തിന് മുകളിൽ, സമീപത്തുള്ള കെട്ടിടത്തിന് മുകളിൽ പോലും കയറി ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിൽ അധികമായി ജനങ്ങൾ തെളിവെടുപ്പ് എത്തിക്കുന്ന സ്ഥലങ്ങളിൽ തടിച്ചുകൂടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് മാത്രമാണ് ദിലീപിനെ തെളിവെടുപ്പിനായി വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. തൊടുപുഴയിലും കുമ്പടിയിലും അബാദ് പ്ലാസയിലും എത്തിച്ചപ്പോഴും അത്തരം ഒരു മുന്നൊരുക്കം പോലീസ് നടത്തിയിരുന്നു. ആ മുന്നൊരുക്കത്തോടു കൂടി തന്നെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചതും. എന്തായാലും ഇനി ആലുവ പോലീസ് ക്ലബിലേക്ക് ദിലീപിനെ കൊണ്ടുപോകും. നാളെ തൃശൂരിലെ റിസോർട്ടുകളിലും ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങളിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്.
നടൻ ദിലീപിനെ തെളിവെടുപ്പിനായി അബാദ് പ്ലാസയിൽ എത്തിച്ചു. അല്പസമയം മുമ്പാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കി അബാദ് പ്ലാസയിൽ നിന്നും ദിലീപിനെ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. നേരത്തെ അബാദ് പ്ലാസയിലെ 410 നമ്പർ മുറിയിലായിരുന്നു ഇത് സംബന്ധിച്ച ഗൂഢാലോചനയുടെ തുടക്കം എന്ന പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഇവിടെയാണ് പൾസർ സുനിയുമായി ആദ്യമായി ദിലീപ് കാണുന്നത്. അത് സംബന്ധിച്ച തെളിവെടുപ്പാണ് ഇന്ന് നടന്നത്. ഇന്ന് 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിക്കൊണ്ട് ദിലീപിനെ വിട്ടു നൽകിയത്. ഇന്ന് തൊടുപുഴയിൽ നടന്ന തെളിവെടുപ്പ് ജനരോഷത്തെ തുടർന്ന് പൂർത്തിയാക്കാനായില്ല. തുടർന്നായിരുന്നു അബാദ് പ്ലാസയിലേക്ക് എത്തിച്ചത്. അബാദ് പ്ലാസയിലും വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. എന്നാൽ നേരത്തെയുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് കനത്ത സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നതുകൊണ്ട് അബാദ് പ്ലാസയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനായി. ഇപ്പോൾ അല്പം മുമ്പാണ് ദിലീപുമായി അബാദ് പ്ലാസയിൽ നിന്നും പോലീസ് സംഘം ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് തിരിച്ചത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അൻവർ സാദത്ത് MLA പോലീസ് ചോദ്യം ചെയ്യും. സംഭവത്തിന് ശേഷം ദിലീപും അൻവർ സാദത്തും തമ്മിൽ ഒട്ടേറെ തവണ ഫോണിൽ സംസാരിച്ച സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ. ബിനിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ബിനിൽ, ഈ സംഭവത്തിന് ശേഷമാണ് അൻവർ സാദത്തും ദിലീപും തമ്മിൽ ഏറ്റവും കൂടുതൽ ഫോൺ സംഭാഷണം ഉണ്ടായി എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? നടിയെ ആക്രമിച്ചത് ഫെബ്രുവരി 17-നാണ്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ദിലീപും അൻവർ സാദത്തും തമ്മിൽ പലതവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അൻവർ സാദത്ത് MLA ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ അൻവർ സാദത്ത് MLA കേരളത്തിലില്ല, പാരീസിലാണ് അദ്ദേഹമുള്ളത്. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയാലുടൻ അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അൻവർ സാദത്തും ദിലീപും അടുത്ത സുഹൃത്തുക്കളാണ്, ഏറെക്കാലത്തെ ഉറ്റ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഫോൺ സംഭാഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് അൻവർ സാദത്തിനെ വിളിച്ചു വരുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അൻവർ സാദത്തിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിക്കുമോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. ദിലീപുമായി അടുത്ത ബന്ധമുള്ളവരെയും ദിലീപുമായി ഫോണിൽ അധിക സമയം സംസാരിച്ചവരെയും എല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് വിളിച്ചു വരുത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ദിലീപിന്റെ ബിസിനസ് പങ്കാളികൾ അടക്കമുള്ളവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ദിലീപിന്റെ അറസ്റ്റിന് ശേഷം അൻവർ സാദത്തിനെ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ നിർണായകമായിട്ടുള്ളത് ദിലീപിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാം ഫോൺ കോൾ റെക്കോർഡ് പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. ആ പരിശോധിച്ചതിൽ നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവത്തിന് ശേഷം ഇരുവരും പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നതിന്റെ വിവരം പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അൻവർ സാദത്തിനെ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അൻവർ സാദത്തും ദിലീപും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പലവട്ടവും ഇതിനു മുൻപും ശേഷവും എല്ലാം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് അൻവർ സാദത്തിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്.